ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിൻ്റെ ശേഷം ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പണിയൊക്കെ ഏകദേശം തീർത്തിട്ട് പോരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പണിയും കൂടിയും കിട്ടി. അപ്പോൾ ഞാൻ അതും കൂടിയും ഫിനിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു അവസാനത്തെ വൈൻഡപ്പ് വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് പിന്നെ ഒരു പണി കൂടിയും കിട്ടി. പിന്നെ അവസാനം വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ട് ഞാൻ വേഗം എൻ്റെ പണി തീർത്തു. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വൈകി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പെരുന്നാൾ തലേന്നാണ്. അപ്പോൾ വരുന്ന വഴിക്കാണ് പെരുന്നാളായി എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക ഇൻഫർമേഷനൊക്കെ വരുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഫിസു ഇവിടെ എല്ലാം കൂടിയും കുത്തിമറിഞ്ഞ് വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ വീടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലൊന്ന് അലമ്പായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്ന് കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ എനിക്ക് പുറത്ത് പോകാനുണ്ട്. ഡ്രസ്സൊക്കെ മാറിയതാണ്. ഇപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് വീടൊന്ന് സെറ്റ് ചെയ്തതിനാന്ന് വിചാരിച്ച്. നമ്മൾ യൂഷ്വലി ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാ പെരുന്നാളിനും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കലാണ്. പക്ഷേ ഇന്ന് ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ നമുക്ക് നാളെ പെരുന്നാളാകും എന്നുള്ള കൺഫർമേഷനില്ല. പിന്നെ ഞാൻ വരാനും വൈകി. എല്ലാം കൂടി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എല്ലായിടത്തും ബുക്കിംഗ് ഫുള്ളായിട്ട് പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ കുക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഒരുപാട് വൈകിട്ട് അന്നത്തെ ഇടയിൽ നമ്മൾ കിടക്കുമ്പോൾ 12 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം എന്താ പറയുക ഞങ്ങൾ പോയിട്ട് ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫിസോൻ്റെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നാളെ രാവിലെ ചേഞ്ച് ചെയ്യാമെന്ന്. അവിടെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ബാക്കി ഏരിയകളൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഇപ്പം ഞങ്ങൾ പുറത്ത് പോവാണ് എല്ലാം വാങ്ങിക്കാനായിട്ട്. ഞങ്ങൾ പിന്നെയും ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തന്നെ എല്ലായിടത്തും ബുക്കിംഗ് ഫുള്ളാവും. പിന്നെ ഞങ്ങൾ പോയിട്ട് എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫ്രൈഡ് റൈസും ചിക്കൻ കടായും അതുപോലെ പായസവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ സാധനങ്ങൾ മാത്രമല്ല, ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ റുട്ടീൻ കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മാറിയില്ലേ. അപ്പോൾ നമ്മൾ നോർമൽ സംഭവങ്ങൾ പയർ, പുട്ടുപൊടി, പച്ചക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. അതുപോലെ നമ്മൾ പൈനാപ്പിളിൻ്റെ ഒരു സ്ക്വാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടാണല്ലോ, അപ്പോൾ വെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ട് പക്ഷേ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനത്തെ ഒരു ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രി അങ്ങനെയൊക്കെ നടന്നുള്ളൂ. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആണ്, അതായത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഏർലി മോർണിംഗ് ആണ്. ഇക്കാക്കും ഫിസോനും പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇക്ക പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട് പോയി. ഉള്ളി കട്ടിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇതാ കിച്ചൺ നല്ല മെസ്സാണ്. കിച്ചൺ പിന്നെ ഈ ഒരു നമ്മൾ കിച്ചണിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ പെട്ടെന്ന് അലമ്പാവുമല്ലോ. ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാരിനേറ്റൊക്കെ ചെയ്യാണ്. പ്രിപ്പറേഷന് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രിപ്പറേഷനും ഒന്നും ചെയ്യാത്ത എല്ലാം ഒന്നേന്ന് തുടങ്ങുന്ന ഒരു പെരുന്നാളാണിത്. ഒക്കെ ഉള്ളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒക്കെ ഫിസൊക്കെ കുളിക്കുകയും റെഡി ആവുകയൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ബാക്കി പണിയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാമെന്ന്. സിമ്പിൾ മാരിനേഷനാണ് കൊടുക്കുന്നത്. ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രൈഡ് റൈസിനുള്ളതും ഇപ്പോൾ രണ്ടാമത് മിക്സ് ചെയ്യുന്നത് നമ്മൾ കടായിക്കുള്ളതും ചിക്കനാണ്. പിന്നെ ചിക്കൻ കടായി അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ കുക്കിംഗ് ഒരുമിച്ച് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ്. ഞാൻ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്ട്, ലൈക്ക് നമ്മുടെ ക്യാപ്സിക്കം, സ്പ്രിങ് ഓണിയൻ, അങ്ങനത്തെ നമ്മുടെ മല്ലിയില അതൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ തക്കാളിയൊക്കെ എടുത്തിട്ട് പ്യൂരി ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്യാൻ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ രണ്ടിലും സെയിം പൊടികളൊക്കെ ഇട്ടത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത്. ഇനി ഞാൻ ഓയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നാടൻ ടേസ്റ്റ് കൂടുതൽ വരുമല്ലോ. അപ്പോൾ എന്നാലും മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനൊരു 2 ബാച്ചായിട്ട് ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ വേറെയും അതുപോലെ കടായിക്കുള്ളത് വേറെയും ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ സമയത്തിന് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ റിയലിസ്റ്റിക് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ശരിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ പ്രൊഡക്റ്റീവ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രൊഡക്റ്റീവ് ആവുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാം. വീക്കിലി ഒരു വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എന്താ, അപ്പോൾ നമ്മൾ വീഡിയോസൊന്നും തീരെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പതുക്കെ ഡെഡായി പോകും. അപ്പോൾ കുറച്ച് കാലം കൂടിയൊക്കെ മുന്നോട്ട് ഓടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടണം. അതുപോലെ നിങ്ങൾ കൂടുതൽ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എത്ര തിരക്കാണെങ്കിലും എന്ത് ഇതാണെങ്കിലും നിങ്ങളെ കമൻസിനൊക്കെ അത് വായിച്ച് അതിന് റിപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. എനിക്ക് വീട്ടിൽ വളരെ കുറച്ച് സമയം ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിതെല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചു. നമ്മൾ ചിക്കൻ ഏകദേശം എല്ലാം ഫ്രൈ ആയി. പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു, സോസൊക്കെ എടുത്ത് വെച്ചു. ടൊമാറ്റോ അത് പ്യൂരിയാക്കി മിക്സിൻ്റെ ജാറിൽ ചിക്കൻ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുമിച്ച് കുക്കിംഗ് തീർക്കുകയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് കുറേ വീഡിയോസ് എടുത്തത് പിന്നെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കാരണം കളയേണ്ടി വന്നു. അതിൻ്റെ മേലെ പണിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ, എനിക്കിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുത്തു, അധികം ഇട്ട് വേവിച്ചില്ല. ഗ്രീൻ പീസൊക്കെ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് അത് ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു പറയുമോ, ജസ്റ്റ് ഒരു വിസിലടിച്ചിട്ട് ഞാൻ പിന്നെ ആ വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് രാവിലെ എടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ്. കൂടെ തന്നെ ഇതാ കടായി റെഡി ആയിട്ടുണ്ടായിരുന്നു. കടായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചിക്കനും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊന്നും എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ചിക്കൻ കടായൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, ഇപ്പം ഞാൻ പിന്നെ ജസ്റ്റ് എന്താ പറയുക എടുത്ത് വെച്ചതായിരുന്നു. പക്ഷെ എനിക്കത് ഇടാനും പറ്റിയില്ല. പെരുന്നാളൊക്കെ കഴിഞ്ഞ് അടുത്ത പെരുന്നാളാവാനുള്ള സമയമായപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ കിച്ചണൊക്കെ കൊണ്ട് ഭയങ്കര മെസ്സായിട്ടുണ്ടായിരുന്നു, നല്ല പണിയുണ്ട്. അപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാനുള്ള ഒരു സമയം എനിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസിഷനിലൂടെ എന്താ പറയുക, ക്ലീശയാണ്, ക്രിഞ്ചാണ്, എന്നാലും ജസ്റ്റ് ഒരു ട്രാൻസിഷൻ പോലെ ചെയ്തിട്ട് അതങ്ങോട്ട് എന്താ പറയുക കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ സെറ്റായി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി കുളിച്ച് നമ്മുടെ പ്രെയറും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക എൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടായിരുന്നു, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഫുൾ ക്ലീൻ ചെയ്തല്ലോ. അപ്പോൾ ഫിസോൻ്റെ റൂമിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനേ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ചെയ്തു. അപ്പോൾ ഇതാ എല്ലാവരും എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ കടായും. ഫ്രൈഡ് റൈസും നല്ല രസമുണ്ടായിരുന്നു, കടായും നല്ലതായിരുന്നു, ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ പകൽ മൊത്തം നമ്മൾ എല്ലായിടത്തും കറങ്ങി, എന്നിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഓൾറെഡി എൻ്റെ സ്റ്റോറേജ് ഇഷ്യൂ അന്നേരം കാണിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ്. രാത്രി പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് രാത്രിയാണ്. അപ്പോൾ അന്നേരമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. പകൽ നമ്മൾ രാവിലെ നിൽക്കാൻ്റെ വീട്ടിൽ പോയി, പിന്നെ നിൽക്കാൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ കുറേ സമയം അങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്തു, ഒരുമിച്ച് സ്പെൻഡൊക്കെ ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ പെരുന്നാൾ ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാളെ എനിക്ക് വർക്കുണ്ട്. ഇക്കാക്കും ഉണ്ടായിരുന്നു. ആർക്കും ലീവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇതിനൊരൊറ്റ ലീവായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതാ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. വീട് അത്യാവശ്യം ക്ലീനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. നാളെ എല്ലാം ഭയങ്കര മെസ്സും കൂടിയാണെങ്കിൽ രാവിലെ എണീറ്റ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയല്ലേ. അപ്പോൾ നമ്മൾ എന്താ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോവാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ഇടയിൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ച് പോന്നു. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് പോകാൻ തോന്നുന്നില്ല, വീട്ടിലെവിടെ നിന്നാൽ മതി എന്ന് തന്നെ തോന്നുന്നത്. ശരിക്കും നമുക്ക് പോകാനൊക്കെ നല്ലൊരു രസമാണ്, പക്ഷേ രാവിലെ തന്നെ ചില ദിവസങ്ങളിൽ നമുക്കൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ. പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് നമ്മൾ എല്ലായിടത്തും പോവുക, എല്ലാവരെയും കാണുക, അതൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.